കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം വരെ വന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ സെക്ഷനാണ് 6 തൊട്ട് 9. ഈ സെക്ഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സെക്ഷനാണ്. കാരണം ഗലാത്യ വിശ്വാസികൾ അബ്രഹാമിനെ വിശ്വാസത്തിൽ അവരുടെ പിതാവായി കണ്ടിരുന്നു. അപ്പോൾ വിശ്വാസത്തിൽ അവരുടെ പിതാവായ അബ്രഹാമിൻ്റെ വിശ്വാസം നമുക്ക് വിശ്വാസികൾക്ക് ഒരു മാതൃകയാണെന്നുള്ള കാര്യമാണ് 2-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ ഓർപ്പിക്കുന്നത്. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 8, ഗലാത്യ ലേഖനം 3-ന്റെ 8. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നെന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. ഇത് ഉൽപ്പത്തി പുസ്തകം 12-3 ഇവിടെ ഈ ഉദ്ധരണി എടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി 12-3 നാം വായിക്കുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ യഹൂദന്മാർക്ക് വലിയൊരു അഭിമാനമായിരുന്നു അവർ അബ്രഹാമിന്റെ സന്തതിയാണെന്ന്. ആ അഭിമാനത്തെ ദൈവാത്മാവ് ഉപയോഗിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ ഓർപ്പിക്കുന്നത് വിശുദ്ധ തിരുവെഴുത്ത് തന്നെ പറയുന്ന അബ്രഹാമിൽ ഭൂമിയിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസം മൂലമാണ് നീതീകരണം എന്ന് ദൈവവചനത്തിൽ നിന്ന് ദൈവവചനം തന്നെ സ്ഥാപിക്കുന്നു. ഇവിടെ ദൈവാത്മാവ് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, വിശ്വാസികൾ ചെയ്ത ആ തെറ്റിന്റെ കാര്യത്തിൽ അവരെ തിരുത്തുന്നു. ഗലാത്യ വിശ്വാസികൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞ് തിരിച്ച് പരിച്ഛേദനയിലേക്കും ന്യായപ്രമാണത്തിലേക്കും പോയതായിരുന്നു. അവരെ തിരുത്തുന്നു ഈ വാക്യം. 2, ദൈവം എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യും എന്നുള്ള കാര്യം അവരെ ഒന്നുകൂടി ഓർപ്പിക്കുന്നു. യെരുശലേമിൽ നിന്ന് വന്ന വിശ്വാസികളാണ് അവരെ മിസ്ഗൈഡ് ചെയ്തത്. അത് ഈവൻ യെരുശലേമിൽ എല്ലാ സീനിയറായിട്ടുള്ള ആളുകൾ കൂടി ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ആ സമയത്ത് പോലും, ഈവൻ യാക്കോബ് പോലുള്ള സീനിയേഴ്സ് ഇരിക്കുമ്പോൾ പോലും പരീക്ഷപക്ഷക്കാര് എഴുന്നേറ്റ് നിന്ന് വിജാതിയർ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ പരിച്ഛേദന ഏൽക്കണം എന്ന് വാദിച്ച കൂട്ടത്തിലാണ്. അവിടുന്ന് ഗലാത്യയിൽ ആളുകൾ വന്നപ്പോൾ അവരാണ് ഈ വിശ്വാസത്താൽ ഉള്ള നീതീകരണം അത് വേദപുസ്തകത്തിലെ ആശയമല്ല എന്നുള്ള ഐഡിയ ഇവിടെ വെച്ചത്. എന്നാൽ കഴിഞ്ഞ 2-3 വാക്യങ്ങളിൽ രക്ഷവിശ്വാസത്താലെ ആണെന്നുള്ളത് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവ് തെളിയിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ ഈ വാക്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് നീതീകരണം എല്ലാ യുഗങ്ങളിലും വിശ്വാസത്തിൽ കൂടെ മാത്രമാണ്, ന്യായപ്രമാണത്തിൽ കൂടെ അല്ല എന്ന് ദൈവജനം മനസ്സിലാക്കണം. ചടങ്ങുകളിൽ കൂടെ അല്ലെങ്കിൽ ആചാരങ്ങളിൽ കൂടെ ഉള്ള നീതീകരണം അത് വിശുദ്ധ തിരുവെഴുത്തിന് അന്യമായ ഒരു ഐഡിയ ആണെന്നും ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ പഴയ നിയമത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലർ ചിന്തിക്കുന്നത് പഴയ നിയമത്തിലെ വിശ്വാസികൾ ന്യായപ്രമാണം ആചരിച്ചായിരുന്നു രക്ഷിക്കപ്പെട്ടതെന്ന്. അങ്ങനെയല്ല. പഴയ നിയമത്തിലെ വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് ലഭിച്ച വെളിപ്പാടിൽ വിശ്വസിച്ചതിൽ കൂടെയാണ് രക്ഷിക്കപ്പെട്ടതും നീതീകരിക്കപ്പെട്ടതും. ന്യായപ്രമാണം ആചരിച്ചത് അവരുടെ പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പ്രായോഗിക ജീവിതത്തിൽ ന്യായപ്രമാണം ആചരിച്ചപ്പോൾ മനുഷ്യന് സ്വന്തം ശക്തിയും കൊണ്ട് ആത്മീക ജീവിതം നയിക്കാൻ സാധിക്കത്തില്ല എന്ന് അവർക്ക് വ്യക്തമായിരുന്നു.
ന്യായപ്രമാണം കർത്താവ് പഴയ നിയമത്തിൽ എന്തു കൊടുത്തു എന്ന് ഉള്ള വിഷയത്തെക്കുറിച്ച് പഴയ നിയമ വിശ്വാസികൾക്കും പല തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, പുതിയ നിയമ വിശ്വാസികൾക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ യുഗത്തിലും രക്ഷ വിശ്വാസത്തിൽ കൂടെ ആണ്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് ന്യായപ്രമാണം വരുന്നതിന് മുൻപാണ് പറയപ്പെട്ടത്. സോ അത് പിന്നെയും ന്യായപ്രമാണത്തിൽ കൂടെ അല്ല രക്ഷ എന്നുള്ളതിന്റെ ദൈവവചനത്തിൽ നിന്നുള്ള ഒരു തെളിവാണ്. ഇതേ കാര്യങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ പലയിടത്ത് കാണുന്നുണ്ട്. ഉൽപ്പത്തി 12:3 നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഉൽപ്പത്തി 12:3. ഉൽപ്പത്തി 18:18 നാം വായിക്കുന്നത്, ഉൽപ്പത്തി 18:18 അബ്രഹാം വലിയതും ബലവുമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുകയും നിശ്ചയമല്ലോ. ഈ അബ്രഹാമിന്റെ വിശ്വാസം അത് യഹൂദന്മാർക്കും സഭായുഗം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് സഭയിൽ പ്രവേശിച്ചവർക്കും വിജാതിയർക്കും അബ്രഹാമിന്റെ ജീവിതം വലിയൊരു പാഠമാണ്. അതുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് ദൈവവചനത്തിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം അത് യഹൂദന് മാത്രമല്ല, അതൊരു സാർവലൗകിക അനുഗ്രഹമാണെന്ന് ഈ ഉൽപ്പത്തി 18:18 ഓർപ്പിക്കുന്നു. അതുപോലെ ഉൽപ്പത്തി 22:18, ഉൽപ്പത്തി പുസ്തകം 22:18, നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ബ്രദർ ജോൺ ഈ വാക്യങ്ങൾ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് കമന്റ് ബോക്സിൽ. ആരെങ്കിലും മിസ് ചെയ്ത് അവിടെ നോക്കിയാൽ മതി. ആൻഡ് താങ്ക് യു ബ്രദർ. ഇവിടെ പിന്നെ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം യഹൂദന്മാര് മാത്രമല്ല ഭൂമിയിലെ സകല ജാതികളെ അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് ദൈവം കൊടുത്ത പ്രോമിസും അബ്രഹാമിന് വിശ്വാസത്താൽ നീതീകരണം ലഭിച്ച് ദൈവവചനം ആവർത്തിച്ചു പറയുന്നത്, അത് ഗലാത്യ വിശ്വാസികൾ അത് മനസ്സിലാക്കണം. നീതീകരണം ന്യായപ്രമാണത്തിൽ കൂടെയല്ല എന്ന് അതേ സമയത്ത് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ നിയമ യുഗത്തിലെ എല്ലാ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ എല്ലാ മനസ്സിൽ ന്യായപ്രമാണത്തോടുള്ള, ചടങ്ങുകളോടുള്ള, ആചാരങ്ങളോടുള്ള ഒരു ചായ്വ് വളരെയധികം ഉണ്ട്. അതിനെ തിരുത്തുവാൻ വേണ്ടിയോടാണ് ദൈവാത്മാവ് ഗലാത്യ ലേഖനത്തിൽ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3:25 നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 3:25, നിങ്ങൾ പ്രവാചകന്മാരുടെയും ദൈവം നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും മക്കളാകുന്നു. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. ഞാൻ ഈ ദിവസങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് ഒന്ന് വായിച്ച് നോക്കിയപ്പം ഐ വാസ് സർപ്രൈസ്ഡ്. ഈ ബെരോയയിലെ വിശ്വാസികൾ അവർ കേൾക്കുന്ന സുവിശേഷം അങ്ങനെയോ എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. പഴയ നിയമം പരിശോധിച്ചു കഴിഞ്ഞാൽ രക്ഷയെക്കുറിച്ചുള്ള സത്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വാക്യങ്ങളിലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പഴയ നിയമ പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എത്തുന്നു. ഇത് ഈ സെക്ഷന്റെ അവസാന വാക്യമാണ്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ 6 തൊട്ട് 9 വരെയുള്ള വാക്യമാണ്. അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് ഒരു മാതൃകയാണ് എന്നുള്ള സെക്ഷനാണിത്. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അബ്രഹാമിന് വിശ്വാസത്തിൽ കൂടെ നീതീകരണം, അനുഗ്രഹം ലഭിച്ചു. അതുപോലെ തന്നെ പുതിയ നിയമ വിശ്വാസികൾ അബ്രഹാമിനോടുകൂടെ
അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസത്താലെ നീതീകരണം പ്രാപിക്കുന്നു. ആ നീതീകരണം കഴിയുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ദൈവം അബ്രഹാമിനോട് പഴയ നിയമത്തിൽ പ്രോമിസ് ചെയ്തത് അത് തന്നെ ആയിരുന്നു. ഇവിടെ പിന്നെയും ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ഈ വാക്യത്തിൽ ന്യായപ്രമാണം നൽകപ്പെട്ടു. എന്നാൽ ന്യായപ്രമാണം നൽകിയത് രക്ഷ നൽകുവാൻ വേണ്ടിയല്ലായിരുന്നു. ന്യായപ്രമാണം അവർക്ക് നൽകിയത് ക്രിസ്തുവിലേക്ക് നടത്തുവാൻ വേണ്ടിയായിരുന്നു. കാരണം ന്യായപ്രമാണം ആചരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അസാധ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ കർത്താവെ ഐ എം ഹെൽപ്ലെസ് എന്നും പറഞ്ഞ് കർത്താവിന്റെ അടുത്ത് ചെല്ലും. ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്. അത് വരുമ്പോൾ നമ്മൾ അത് കാണുന്നതായിരിക്കും. അങ്ങനെ നീതീകരണം വിശ്വാസത്താൽ മാത്രമാണെന്ന് ഈ ഗലാത്യ ലേഖനത്തിന്റെ 3-ാം അധ്യായം ഈ 6 തൊട്ട് 9 വാക്യങ്ങളിൽ വളരെ എംഫാറ്റിക്കലി പഴയ നിയമം എടുത്ത് സ്ഥാപിച്ചു കഴിഞ്ഞ് ദൈവാത്മാവ് ഈ അധ്യായത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആളുകൾ ഇനിയും എന്ത് ചിന്തിക്കണം, ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഗലാത്യ ലേഖനത്തിൽ നാം കാണുന്നു. ഈ വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ മറ്റ് പല വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. റോമാലേഖനം 4:14, റോമർ 4:14. അതുകൊണ്ട് വാഗ്ദത്വം വിശ്വാസത്താൽ അത്രേ, അത് കൃപയാൽ ആകേണ്ടതിനും വാഗ്ദത്തം സകല സന്തതിക്ക് ന്യായപ്രമാണത്തിലുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസത്തിലുള്ളവർക്കും കൂടെ ഉറപ്പായിരിക്കേണ്ടതിനും തന്നെ അവൻ നമ്മുടെ എല്ലാവരുടെയും പിതാവാകുന്നു. യഹൂദന്മാർക്ക് വലിയ അഭിമാനമായിരുന്നു അബ്രഹാം അവരുടെ പിതാവാണെന്ന്. എന്നാൽ പുതിയ നിയമം ഓർപ്പിക്കുന്നത് അബ്രഹാമിനോട് ഒന്നിലധികം പ്രാവശ്യം ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട് സകല ജാതികളും അബ്രഹാമിൽ കൂടെ അനുഗ്രഹം പ്രാപിക്കും എന്ന്. അപ്പൊ അങ്ങനെ ദൈവം അബ്രഹാമിനോട് പ്രോമിസ് ചെയ്തത് കൊണ്ട് യഹൂദന്മാര് മാത്രമല്ല വിജാതിയര് അബ്രഹാമിന്റെ സന്തതിയായി തീരുന്നു. അത് വിശ്വാസത്തിൽ കൂടെയാണെന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി 12:3 നമ്മൾ കണ്ട വാക്യങ്ങളാണ്. അത് ഇതിന്റെ കൂടെ തന്നെ പോകും എന്ന് ഓർപ്പിക്കട്ടെ. ഇതോടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ സെക്ഷൻ തീരുകയാണ്. 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ സെക്ഷൻ 10 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3 തൊട്ട് 14 വരെയുള്ള സെക്ഷൻ. ഈ സെക്ഷൻ നമ്മളെ ഓർപ്പിക്കുന്നത് ഇതിനു മുൻപുള്ള സെക്ഷൻ ഓർപ്പിച്ചതിനെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനു മുൻപുള്ള സെക്ഷൻ ഓർപ്പിച്ചത് അബ്രഹാമിന് നീതീകരണം ലഭിച്ച വിശ്വാസത്താലാണ്. അബ്രഹാമിന്റെ സന്തതി എന്ന് അഭിമാനിക്കുന്ന യഹൂദന്മാർക്ക് നീതീകരണം ലഭിച്ചത് വിശ്വാസത്താലാണ്. വിജാതീയരായ നമുക്കും നീതീകരണം ലഭിച്ചത് വിശ്വാസത്താൽ മാത്രമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ദൈവാത്മാവ് 10 തൊട്ട് 14 വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ വരുന്ന ശാപവും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ വരുന്ന അനുഗ്രഹവും. നീതീകരണം വിശ്വാസത്താലെയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ യഹൂദന്മാര് പിന്നെയും ചോദിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ന്യായപ്രമാണം എന്തിന്? അപ്പൊ ന്യായപ്രമാണം എന്നുള്ള ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. കാരണം ന്യായപ്രമാണം നൽകപ്പെട്ടത് ഒരു പർപ്പസിന് വേണ്ടിയല്ല, ഒരു ലക്ഷ്യത്തോടെയല്ല, പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം ഇവിടെ ദൈവാത്മാവ് ഈ 10 തൊട്ട് 14 വാക്യത്തിൽ ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ ശാപം വരുന്നു.
ആക്ച്വലി അത് മനസ്സിലാക്കി അവർ ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പൊ ന്യായപ്രമാണത്തിൽ കൂടെയുള്ള ശാപവും ക്രിസ്തുവിൽ കൂടെയുള്ള അനുഗ്രഹവും അല്ലെ അനുഗ്രഹങ്ങൾ, അതാണ് 10 തൊട്ട് 14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. 10-ാം വാക്യം ഗലാത്യ ലേഖനം 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ദൈവവചനം ക്ലിയറായിട്ട് ഓർപ്പിക്കുന്നത്, ഓക്കെ, നിങ്ങൾ ന്യായപ്രമാണം ആചരിക്കാൻ ആഗ്രഹിക്കുന്നു, നല്ല കാര്യം. എന്നാൽ വിശുദ്ധ തിരുവെഴുത്ത് തന്നെ പറയുന്നത് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പൊ ന്യായപ്രമാണം ആചരിച്ച് നീതീകരണം പ്രാപിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുവാണെങ്കിൽ, ന്യായപ്രമാണം പറയുന്ന ഓരോ കാര്യവും പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. എന്നാൽ അത് അസാധ്യമാണ്. ഈ ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. ന്യായപ്രമാണം 100% ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിച്ചത് അത് കർത്താവായ യേശു ക്രിസ്തു ആണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായിട്ട് ജനിച്ച് ദൈവാത്മാവിന്റെ പൂർണ്ണ ഗൈഡൻസിലാണ് തൻ്റെ മനുഷ്യ ജീവിതം നയിച്ചത്. തൻ്റെ ദൈവത്വം ഉപയോഗിച്ചല്ല ന്യായപ്രമാണം നിറവേറ്റിയത്, അല്ലെ അത് ഫുൾഫിൽ ചെയ്ത്. കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യരായിരുന്നപ്പോൾ മനുഷ്യനെ പോലെ ജീവിച്ചു. അതുകൊണ്ടാണ് കർത്താവിന് വിശന്നത്, ദാഹിച്ചത്, കോപം വന്നത്. എന്നാൽ ദൈവാത്മാവിൽ ആശ്രയിച്ച് കർത്താവ് ആ ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു അല്ലാതെ ആരും ഇന്നുവരെ ഫുൾഫിൽ ചെയ്തിട്ടില്ല. ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആചരിച്ചിട്ടില്ല, ആർക്കും ആചരിക്കാൻ സാധിക്കത്തില്ല. ആൻഡ് അങ്ങനെ ന്യായപ്രമാണം ആചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അത് ആചരിക്കാൻ തനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ദൈവവചനം ഓർപ്പിക്കുന്നത് എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ഇത് അബ്രഹാമിൽ കൂടെയാണെന്ന് ഓർപ്പിച്ചു കഴിയുമ്പോൾ ചിലര് എങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെയുള്ളവർക്ക് ദൈവാത്മാവ് മറുപടി കൊടുക്കുകയാണ്. ചിലർ ചോദിച്ചെന്നിരിക്കും, ഓക്കെ ന്യായപ്രമാണത്തിൽ കൂടെ അല്ല രക്ഷ. എന്നാൽ ഞങ്ങൾ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിന്റെ മറുപടി ഇവിടെ ദൈവാത്മാവ് പറയുന്നത്, ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാ. കാരണം ഇവിടെ പറയുന്നില്ലെങ്കിലും ദൈവവചനം വായിക്കുമ്പോൾ അത് വ്യക്ത. കാരണം നിങ്ങൾ ദൈവം മുൻപാകെ ദൈവത്തിൽ നിന്ന് പോയിന്റ്സ് പ്രാപിക്കുവാൻ വേണ്ടിയാണ് ന്യായപ്രമാണം ആചരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം വരുന്നു. അപ്പം നമ്മൾ ന്യായപ്രമാണം ഇല്ലാത്തവരാണോ? അല്ല. വിശ്വാസികൾ ന്യായപ്രമാണം ഇല്ലാത്തവരല്ല. എന്നാൽ വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുമ്പോൾ ന്യായപ്രമാണം വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ മോറൽ ലോ, നൈതിക ധാർമ്മിക നിയമം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവർ ന്യായപ്രമാണം ഇല്ലാതെ തന്നെ അവർ അത് നിറവേറ്റുന്നതായിരിക്കും, അതിനനുസരിച്ച് ജീവിക്കുന്നതായിരിക്കും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഗലാത്യ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലം പറഞ്ഞിരിക്കുന്നത്. സോ കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുക, ഓക്കെ ന്യായപ്രമാണത്തിൽ കൂടെ അല്ല രക്ഷ, എന്നാൽ ഞാൻ ന്യായപ്രമാണം ആചരിക്കാൻ ശ്രമിച്ചെങ്കിലും, ഓക്കെ നിങ്ങൾ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ന്യായപ്രമാണം ആചരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് കംപ്ലീറ്റ് ആചരിച്ചില്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരെന്നല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർക്ക് എല്ലാവർക്കും വിഗ്രഹങ്ങളോട് വലിയ ചായ്വുണ്ട്, മതാനുഷ്ഠാനങ്ങളോട് വലിയ ചായ്വുണ്ട്, വലിയ താല്പര്യമുണ്ട്, ചടങ്ങുകളോട് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് സഭായുഗത്തിലെ വിശ്വാസികൾ
ന്യായപ്രമാണ പ്രകാരമുള്ള ചടങ്ങുകളിലേക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവാത്മ ഇവിടെ ഓർപ്പിക്കുന്നത്, ഓക്കെ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലേ, ബട്ട് അത് പൂർണ്ണമായിട്ട് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരാ, അല്ല നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. അപ്പൊ ദൈവാത്മാവ് നീതീകരണ വിശ്വാസത്താലേ ഉള്ളത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെന്തിനാണ് ന്യായപ്രമാണത്തെക്കുറിച്ച് സംശയം, പിന്നെന്തിന് ന്യായപ്രമാണത്തെക്കുറിച്ച് ചോദിക്കുന്നു? ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തു എന്ന ഒരു കാര്യം ഓർത്തോണം, ന്യായപ്രമാണത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ആ ഗലാത്യയിലെ വിശ്വാസികൾക്ക് ആ ന്യായപ്രമാണത്തിന്റെ സ്വാധീനം വളരെ അധികം ആയിരുന്നുകൊണ്ട് അവരെ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവാത്മാവ് ഈ വിഷയം ഇവിടെ ഊന്നി പറയുന്നു. ഇന്ന് നമ്മൾ പഴയ നിയമത്തിന്റെ കീഴിലല്ല. ഗലാത്യ സഭയുടെ സമയത്ത് പഴയ നിയമത്തിന്റെ കീഴിലുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ യഹൂദന്മാരല്ലാത്തതുകൊണ്ട് പഴയ നിയമത്തിന് കീഴിലല്ല. അതുകൊണ്ട് ന്യായപ്രമാണം നമുക്ക് വലിയൊരു ആകർഷണമല്ലെങ്കിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ പല രീതിയിലുള്ള വിഗ്രഹാരാധനയുണ്ട്, അല്ലെ വിഗ്രഹാരാധനയോട് താല്പര്യമുണ്ട്, മതാനുഷ്ഠാനങ്ങളോട് താല്പര്യമുണ്ട്, ചടങ്ങുകളോട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് ഇവിടെ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്, മനുഷ്യനിർമ്മിത അനുഷ്ഠാനങ്ങളുടെ പുറകെ പോയാൽ നിങ്ങൾ ഏതായാലും ശപിക്കപ്പെട്ടവരാണ്. ദൈവം നൽകിയ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയാൽ എല്ലാം അനുസരിച്ചില്ലെങ്കിൽ ശപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വിശ്വാസത്താലെയുള്ള നീതീകരണം പ്രാപിച്ച് അതിന് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മിക നൈതിക ന്യായപ്രമാണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് തന്നെ നിങ്ങളെ കൊണ്ട് പാലിപ്പിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പരിശുദ്ധാത്മാവിന്റെ ഫലം. അതല്ലാതെ തന്നെ മറ്റു പലയിടത്ത് ദൈവാത്മാവ് ഇതേ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. സോ ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ ന്യായപ്രമാണം ഇല്ലാത്തവരാണോ? അല്ല. നമ്മൾ കീഴിലല്ല, എന്നാൽ ന്യായപ്രമാണം ഇല്ലാത്തവരല്ല. നമ്മൾ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുമ്പോൾ ആ ന്യായപ്രമാണം അതിൻ്റെ നൈതിക ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനാണ് ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സോ ദൈവവചനത്തിന്റെ ഇരുവായത്തിലുള്ള വാൾ നമ്മുടെ ജീവിതത്തിൽ റെഗുലറായിട്ട് നമ്മൾ പാനം ചെയ്യുവാണെങ്കിൽ, റെഗുലറായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാണെങ്കിൽ ആ ഇരുവായത്തിലുള്ള വാള് നമ്മളെ ശുദ്ധമാക്കി വെടിപ്പാക്കി ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊടുക്കും. ആ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നൈതിക ധാർമ്മിക നിയമങ്ങൾ നമ്മൾ സ്വതവേ ഫുൾഫിൽ ചെയ്യും. ഓഫ് കോഴ്സ് അതിൽ നമുക്കൊരു ഗൈഡ് വേണം. ആ ഗൈഡ് ദൈവവചനമാണ്. ആ ദൈവവചനം വായിക്കുമ്പോഴാണ് ഇരുവായത്തിലുള്ള വാൾ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം തമ്മിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. സഹോദര സഹോദരിമാരെ, മനുഷ്യനിർമ്മിത ചടങ്ങുകളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ മുൻപിൽ ഒരു പരീക്ഷ വന്നാൽ, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ചടങ്ങുകളെ അനുമോദിക്കേണ്ട ഒരു അവസരം വന്നാൽ, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ചടങ്ങുകൾ സഭയുടെ മേലിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ന്യായപ്രമാണത്തിൽ കൂടെ അല്ലല്ലോ നീതീകരണം, അതുകൊണ്ട് പാടില്ലാത്തത് നമ്മൾ ചെയ്യരുത്. എല്ലാ തലമുറയിലുള്ള വിശ്വാസികളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഗലാത്യ ലേഖനം 5:1. അത് ഈ വാക്യത്തിന്റെ കൂടെ നല്ലതുപോലെ മാച്ച് ചെയ്യുന്നതാണ്. ഈ വാക്യം ഓർപ്പിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവന് ശാപത്തിന് കീഴാകുന്നു. ഗലാത്യ ലേഖനം 5:1 ഓർപ്പിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയ, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മളെല്ലാം നമ്മുടെ മക്കളെ
കാണാതെ പഠിപ്പിക്കേണ്ട ഒരു വാക്യമാണ്. ഇതേ ഐഡിയാസ് നമുക്ക് ആവർത്തനം 27-ന്റെ 26 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ് നമുക്ക് ദൈവവചനത്തിൽ മറ്റു പലയിടത്ത് കാണാൻ സാധിക്കും. ആവർത്തനം 27-ന്റെ 26 നാം വായിക്കുന്നത്, ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങൾ അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് സകല ജനവും പറയണം. ഈ പഴയ നിയമത്തിൽ പലയിടത്തും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ജനം ഒന്നിലേറ്റ് പറയണമായിരുന്നു, അല്ലെ മറുപടി പറയണമായിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നത്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് സകല ജനവും പറയണം. ദൈവവചനം അവരെ വായിച്ചു കേൾപ്പിക്കുമ്പോൾ, അല്ലെ അവരെ പഠിപ്പിക്കുമ്പോൾ അവർ അത് പറയേണ്ടതായിരുന്നു. അതേ കാര്യമാണ് അത് പഴയ നിയമത്തിൽ പലയിടത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം ഗലാത്യ ലേഖനം ഇവിടെ നമ്മുടെ മുൻപിലും വെക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2:10 ഇതേ കാര്യം ഓർപ്പിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2:10, യാക്കോബ് 2:10 ഓർപ്പിക്കുന്നത്, എന്തെന്നാൽ ന്യായപ്രമാണം മുഴുവനും പ്രമാണിച്ചിട്ട് ഒന്നിൽ തെറ്റിയാൽ സർവ്വത്തിനും കുറ്റക്കാരനായി തീരും. ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു, 99 കാര്യങ്ങൾ ന്യായപ്രമാണത്തിനനുസരിച്ച് ജീവിച്ചു, ഒരു കാര്യത്തിൽ തെറ്റിപ്പോയെങ്കിൽ അവൻ തെറ്റുകാരനാണ്, അവൻ കുറ്റക്കാരനാണ്. അത് ഗലാത്യയിലെ വിശ്വാസികൾ മനസ്സിലാക്കുവാനാണ് ദൈവാത്മാവ് നമ്മളിപ്പം വായിച്ച ആ വാക്യം അവിടെ പറഞ്ഞത്. അതിന്റെ പ്രായോഗിക വശമാണ് ഗലാത്യ ലേഖനം 5:1 നാം വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വേർപാട് വിശ്വാസികളായ നാം പള്ളിയും പട്ടത്തും എല്ലാം വിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ച ആളുകളാണ്. ഈ പള്ളിയും പട്ടത്വവും പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തെ ക്രിസ്ത്യാനിവൽക്കരിച്ച് അടിച്ചു ആരോപിച്ച ഒരു സിസ്റ്റമാണെന്ന് ഓർപ്പിക്കട്ടെ. അത് മനസ്സിലാക്കിയാണ് കഴിഞ്ഞ 2000 വർഷങ്ങൾ ലോകമെമ്പാടും വേർപാട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ന് ബ്രദറൻ എന്ന് പറയുന്ന ഒരു മാത്രമല്ല, കഴിഞ്ഞ 2000 വർഷങ്ങളെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ തലമുറയിലും ഈ പള്ളി ഭരണത്തിൽ നിന്നും, പള്ളി അടിച്ചേൽപ്പിക്കുന്ന ആ ന്യായപ്രമാണം പോലുള്ള സിസ്റ്റത്തിൽ നിന്ന് സ്വതന്ത്രരായിട്ട് വർഷിപ്പ് ചെയ്ത ധാരാളം ആളുകളുണ്ട്. സഭാചരിത്രം വായിക്കുമ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒത്തിരിയും പീഡ സഹിച്ചു, കഷ്ടം സഹിച്ചായിട്ട് നാം കാണുന്നുണ്ട്. ദൈവവചനം ഓർപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്, അതിൽ ഉറച്ചു നിൽക്കണം, അടിമനുഖത്തിൽ പിന്നെയും പോകരുത്. അത് തന്നെയാണ് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. 11-12 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അത് 11-12, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ഇത്രയും സമയം ഗലാത്യ ലേഖനത്തിൽ ദൈവാത്മാവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അബ്രഹാമിൽ കൂടെ അവർ അബ്രഹാമിന്റെ സന്തതിയാണെന്നും, അവര് പിതാവെന്ന് അഭിമാനിക്കുന്ന ആ അബ്രഹാം വിശ്വാസത്താൽ ആ നീതീകരണം പ്രാപിച്ചെന്നും, സുവിശേഷം ആദ്യമായിട്ട് അവരുടെ മധ്യേ എത്തിയപ്പോൾ അവർ വിശ്വാസത്തിൽ കൂടെ ആണല്ലോ ഈ രക്ഷ പ്രാപിച്ചതെന്നും, ദൈവാത്മാവ് പല രീതിയിലുള്ള അത്ഭുതങ്ങൾ അവിടെ പ്രദർശിപ്പിച്ച് ഇത് വിശ്വാസത്താലുള്ള രക്ഷയാണെന്നും ഇതിന് ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ലെന്നും ദൈവാത്മാവ് വ്യക്തമാക്കിയിരുന്നു. അത് ഒരു പ്രാവശ്യം കൂടെ ദൈവാത്മാവ് ഇവിടെ എടുത്തു പറയുന്നതേ ഉള്ളൂ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. ഇതിനു മുൻപുള്ള അധ്യായം 1, അധ്യായം 2, അധ്യായം 3-ന്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രായോഗിക തലത്തിൽ, ഉപദേശ തലത്തിൽ, നിരീക്ഷണ പരീക്ഷണ തലത്തിൽ ഇക്കാര്യം വ്യക്തമാണ്. ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമില്ല.
വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. സോ ദൈവാത്മാവ് അബ്രഹാം വിശ്വാസത്താലെ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ വിഷയത്തിന്റെ പല വശങ്ങൾ നമ്മളെ ഓർക്കുവാണ്. ഒന്ന്, ന്യായപ്രമാണത്താൽ ആരും പെടത്തില്ല, അത് സ്പഷ്ടം. രണ്ട്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ലോ ഉള്ളത്. അപ്പം അവൻ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുമെന്ന് മാത്രമല്ല, അങ്ങനെ നീതീകരണം പ്രാപിച്ചു കഴിഞ്ഞ് അവന്റെ പ്രായോഗിക ജീവിതവും വിശ്വാസത്താലെയാ ജീവിക്കുന്നതെന്ന് ദൈവാത്മാ ഒരു എക്സ്ട്രാ കാര്യം ഇവിടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ഇതുവരെയും രക്ഷയായിരുന്നു വിഷയം. ഇപ്പോൾ രക്ഷ കഴിഞ്ഞുള്ള ജീവിതമാണ് ഇവിടെ വിഷയം. ആ ജീവിതവും വിശ്വാസത്താലെയാണ് ജീവിക്കുന്നതെന്ന് ദൈവാത്മാ ഇവിടെ ഓർപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. വിശുദ്ധ തിരുവെഴുത്തിലുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു 20% ആളുകൾ എന്തെങ്കിലും അതിനെ എതിര് പറയുവാൻ വേണ്ടി റെഡിയായി നിൽക്കും. എന്തെങ്കിലും ഒന്നിലൊരു കുടുക്ക് ചോദ്യം, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എന്നാൽ അതിൻ്റെ കൂടെ ഇതുകൂടി ആയാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഗലാത്യരും മനുഷ്യരായിരുന്നല്ലോ. അവര് മനുഷ്യരായിരുന്നതുകൊണ്ട് മനുഷ്യരുടെ ഇടയ്ക്ക് പൊതുവായി കാണപ്പെടുന്ന ഈ ബിഹേവിയർ അവരുടെ ഇടയ്ക്കും കാണപ്പെടും എന്ന് മനസ്സിലാക്കിയാണ് ദൈവാത്മാവിയോട് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ക്രിസ്തുവിലെ വിശ്വാസത്തിൽ കൂടെ ആണെന്ന് സമ്മതിച്ചു കഴിഞ്ഞിട്ടും നിങ്ങളിൽ ചിലര് ക്രിസ്തുവിൽ കൂടെ രക്ഷിക്കപ്പെട്ടു, ഇനിയും പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങളെ നയിക്കുവാൻ വേണ്ടി ഞങ്ങൾ ന്യായപ്രമാണത്തെ ആചരിച്ചാൽ എന്ത് തെറ്റ് എന്ന് ചോദിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണല്ലോ ദൈവവചനം പറയുന്നത്. അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകും എന്നല്ല. അപ്പൊ ആരെങ്കിലും പിന്നെയും ചോദിച്ചെന്നിരിക്കും, ആ ന്യായപ്രമാണത്തിൽ കൂടെ രക്ഷയില്ലെന്ന് പറയുന്നെന്ന് ആരെങ്കിലും ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആചരിച്ചാലോ? ദൈവാത്മാവ് പറയുന്നത് ന്യായപ്രമാണത്തിനോ 12-ാം വാക്യം, ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്ന, അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിക്കണം. 2, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുക എന്നുണ്ടല്ലോ. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, പഴയ നിയമം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ഒരാൾ ആചരിച്ചു കഴിഞ്ഞാൽ അതിനാൽ ജീവിക്കുമെന്ന്. എന്നാൽ ഒരു മനുഷ്യന് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആചരിക്കാൻ സാധിക്കത്തില്ല. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ലംഘനം വന്നാൽ അവൻ ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ലംഘിച്ചതായിട്ടാണ് ദൈവം അവനെ വീക്ഷിക്കുന്നത്. സോ അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നതിന്റെ കാരണം, ശരി, നിങ്ങൾ പറയുന്നെങ്കിൽ അത് ശരിയാണ്, ന്യായപ്രമാണം ചെയ്യുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനാൽ ജീവിക്കും. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, ഒരു വ്യക്തിക്കും ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആചരിക്കാൻ സാധിക്കത്തില്ല. പൂർണ്ണമായിട്ട് ആചരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് ദൈവവചനം പറയുന്നെങ്കിലും അത് പ്രായോഗിക ജീവിതത്തിൽ അസാധ്യമായ കാര്യമാണ്. ഇവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും ദൈവവചനം ഓർപ്പിക്കുന്നത് ന്യായപ്രമാണം പൂർണ്ണമായിട്ട് ആചരിച്ച ഒറ്റ ഒരു വ്യക്തിയുള്ളൂ, സൃഷ്ടി മുതൽ ഇന്ന് വരെ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനിയും കർത്താവിന്റെ വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് വരെ വേറെ ഒരു വ്യക്തിയും അങ്ങനെ ഉണ്ടാകത്തില്ല. സോ ന്യായപ്രമാണം ആചരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ളത് ദൈവവചനം പറയുന്നെങ്കിലും അതിനാൽ ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല എന്നും ദൈവാത്മാവ് ഓർപ്പിക്കുന്ന എന്നിവിടെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച വ്യക്തികൾ ന്യായപ്രമാണം ഇല്ലാത്തവരല്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വാസം എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, അതിൻ്റെ സമ്പൂർണതയെ കാണിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പ്രാപിച്ചിരിക്കുന്ന ഈ പുതിയ വിശ്വാസത്തിൽ അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവൻ ദൈവവചനം
അവന്റെ ജീവിതത്തിന്റെ ഒരു റെഗുലർ ഭാഗമാക്കുകയും ദൈവവുമായിട്ട് റെഗുലറായിട്ട് ആശയവിനിമയം ചെയ്യുകയും ആ ദൈവവചനം അവന്റെ അവന്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മഥിച്ച് അതിലുള്ള തെറ്റുകൾ അവന് ബോധിപ്പിച്ചു കൊടുക്കുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ ആ തെറ്റുകളൊക്കെ ഏറ്റുപറയുകയും അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കൂടെ പരിശുദ്ധാത്മാവ് അവനെ ദൈവം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നൈതിക ധാർമ്മിക ന്യായപ്രമാണം അത് നിറവേറ്റാൻ അവനെ സഹായിക്കും. അതാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതിന്റെ പൂർണ്ണ വ്യാഖ്യാനം. സോ വിശ്വാസത്താൽ നീതിമാനാകുന്നു. വിശ്വാസത്താൽ നീതിമാനായി കഴിയുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ന്യായപ്രമാണം ആചരിക്കുന്നതിൽ കൂടെയല്ല. എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ ദൈവാത്മാവ് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അവന്റെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ആത്മാവിന്റെ ഫലം. അടുത്ത സെക്ഷനിലോട്ട് കടന്നു പോകുന്നില്ല, കാരണം അവിടെ കംപ്ലീറ്റ്ലി വിഷയം അങ്ങ് മാറുവാണ്. 3:13 തൊട്ട് അത് ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇന്ന് കവർ ചെയ്ത ഇത്രയും കാര്യങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നീതീകരണം വിശ്വാസത്താലെ ആണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞ് ദൈവാത്മാവ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ പിന്നെ ഓർപ്പിക്കുന്നത് വിശ്വാസത്തിൽ കൂടെ പ്രാപിച്ച രക്ഷ നമ്മളെ ന്യായപ്രമാണം ഇല്ലാത്തവരാക്കുകയല്ല, നേരെ മറിച്ച് ആ വിശ്വാസം പ്രാപിച്ച ആളുകൾ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥനയിൽ ജീവിതം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവിന്റെ നിറവിൽ, ദൈവാത്മാവിന്റെ നിറവും ദൈവാത്മാവിന്റെ നിയന്ത്രണവും ഒരേ കാര്യമാണ്. ദൈവാത്മാവിന്റെ നിറവിൽ ന്യായപ്രമാണം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ രീതിയിലുമുള്ള നൈതിക ധാർമ്മിക കാര്യങ്ങൾ ആത്മാവിന്റെ നിറവിൽ അവർ ഫുൾഫിൽ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിറവേറ്റുന്നതായിരിക്കും. ഇക്കാര്യങ്ങൾ ഗലാത്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇക്കാര്യങ്ങൾ ഈ തലമുറയിലുള്ള വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് ക്ലോസിംഗിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവവചനം, പ്രാർത്ഥന, ദൈവാത്മാവിന്റെ നിറവ്, ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോഴാണ് ആത്മാവിനാലുള്ള ജീവിതം അല്ലെങ്കിൽ വിശ്വാസത്താലെയുള്ള ജീവിതം എന്ന് പറയുന്ന ആ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ദൈവാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.